ഓടും കുതിര ചാടും കുതിര ഈ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കണ്ടതാണ്. കണ്ടതിന് ശേഷം വീട്ടിൽ വന്ന് ഞാൻ ഈ റിവ്യൂസ് ഒക്കെ കേട്ടപ്പോഴേക്കും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ കണ്ട സിനിമ തന്നെ ആണോ ബാക്കി എല്ലാവരും കണ്ടത് എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ വന്നുപോയി. കാരണം അത്രയ്ക്ക് നെഗറ്റീവ് റിവ്യൂസ് ആണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇതൊരു കിടിലൻ സിനിമയാണെന്നോ വേറെ ലെവലില് കഥയാണെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയും നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഞാൻ ആ സിനിമ കണ്ടു, വലിയ കുഴപ്പമില്ല, കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്, പെർഫോമൻസ് എല്ലാം ഓക്കെ ആയിരുന്നു. ഒരു ഡിഫറെന്റ് അപ്രോച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അവര് പറയാൻ ശ്രമിക്കുന്ന കഥ അതൊരു പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ല, കുറച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിലിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ തിരിച്ചു വന്ന് ഞാൻ വീട്ടിൽ വന്ന് റിവ്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ഈ സിനിമ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. സോ ഇതിന്റെ ബേസിക് സ്റ്റോറി ലൈൻ എന്താന്ന് വെച്ചാൽ, ഫഹദ് ഫാസിലും കല്യാണി പ്രിയദർശന്റെയും ക്യാരക്ടേഴ്സ് പ്രേമത്തിലാവുന്നു, അവരുടെ കല്യാണം ഫിക്സ് ചെയ്യുന്നു. ദെൻ ഒരു ഇൻസിഡന്റ് കാരണം ഫഹദ് ഫാസിൽ കോമയിലേക്ക് പോവുകയാണ്. കോമയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്ക് ഡിപ്രഷൻ ആവുന്നു. ഡിപ്രഷനിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരുന്നു, പിന്നെ അതിന്റെ ഇടയിൽ വേറെ ക്യാരക്ടേഴ്സ് വരുന്നു, അവരുടെ കുറച്ച് റൊമാൻസ്, ലവ് സ്റ്റോറി കണക്ട് വരുമ്പോൾ ധ്യാൻ ശ്രീനിവാസിന്റെയും രേവതി പിള്ളയുടെയും ക്യാരക്ടേഴ്സിന്റെ റൊമാൻസും അവരുടെ ബാക്ക് സ്റ്റോറിയും അങ്ങനെയാണ് കാണിച്ചു പോകുന്നത്. ഇതില് വേറെ ആൾക്കാരുടെ ഡിപ്രഷനും, പല ടൈപ്പ് ഓഫ് ഡിപ്രഷനും അല്ലെങ്കിൽ അവർ പോകുന്ന പെയിനും അതെങ്ങനെ മാസ്ക് ചെയ്ത് പബ്ലിക്കിൽ അവരെങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. സോ ഇതിലെ ആക്ടിങ്ങും കോമഡിയും ഒക്കെ കുറച്ച് ഓവർ ദ ടോപ്പ് ആണ്. കാരണം എനിക്കിപ്പോ തോന്നിയത് ഫഹദിന്റെ ക്യാരക്ടർ ആണെങ്കിലും തനിക്ക് ഡിപ്രഷൻ ഉണ്ട്. അപ്പൊ ആ ഡിപ്രഷൻ മറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ഫ്രണ്ടിൽ ഹാപ്പിയാണ്, അല്ലെങ്കിൽ കുറച്ച് പൊട്ടം കളിച്ചൊക്കെ നടന്ന് കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് തോന്നിയത്. അപ്പം ഫഹദിന്റെ ആക്ടിങ് മോശമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് കയ്യിൽ നിന്ന് പോയിന്നോ എന്നുള്ള ലെവലിലേക്കൊക്കെ തോന്നിയേക്കാം. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ കറക്റ്റ് മീറ്റർ ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫിലേക്ക് നമ്മൾ പറയുമ്പോഴേക്കും സിനിമ തുടങ്ങി അവരുടെ റൊമാൻസ് ഒക്കെ കാണിച്ചു പോകുന്നു. ഒരു ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് അല്ല, ഒരു ഫീൽ ഗുഡ് രീതി, എന്നാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഫഹദിന്റെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ്. കുറച്ച് എക്സാജറേറ്റഡ് ആണ് എല്ലാവരും. കാരണം ഡാർക്ക് ഹ്യൂമർ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ ലാലിന്റെ ക്യാരക്ടറാണ് ഇതിലെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ. നമ്മളെപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ലാൽ സ്ക്രീനിൽ വരെ ലാലിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ നമുക്ക് ചിരി വരുന്ന രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ പ്ലേസ്മെന്റ്, പിന്നെ അച്ഛൻ മകൻ അവരുടെ ഒരു കണക്ഷൻ, ആ ഒരു കെമിസ്ട്രി ഭയങ്കര നല്ലതാണ്. ഫഹദ് ഫാസിലാണെങ്കിൽ ലാലുമായിട്ടുള്ള ഒരു കെമിസ്ട്രി അത് ഭയങ്കര നല്ലതാണ്. പിന്നെ ലാലിന്റെ ഒരു പഴയ ലവ് സ്റ്റോറി പറയുന്നുണ്ട്, അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയായിരുന്നു. അപ്പം ഭയങ്കര നല്ലതെന്ന് പറയുന്നില്ല, ആ ഒരു ക്ഷമയോടെ കുറച്ചു നേരം ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ആ സിനിമ കണ്ട് ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് അല്ലെങ്കിൽ കൊടുത്ത പൈസ വേസ്റ്റ് ആയി അങ്ങനെയൊന്നും തോന്നിയില്ല. കണ്ടു, ഓക്കെ ആണ്, വന്നു, അങ്ങനെ ഒരു രീതിയിലാണ് തോന്നിയത്. ഇവര് കുറെ കാര്യങ്ങൾ ഡിപ്രഷന്റെ ആണെങ്കിലും സൂയിസൈഡിനെ ആണെങ്കിലും കുറച്ച് ഫണ്ണി ആയിട്ട് കുറച്ച് അധികം സിമ്പിൾ ആക്കി കാണിച്ചതുപോലെ തോന്നി. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പക്ഷെ നമ്മൾ ആ ഒരു ഡാർക്ക് ഹ്യൂമറിലേക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സീരിയസ് ടോപ്പിക്സിനെ ഫണ്ണി ആക്കുന്നതാണല്ലോ ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്ന ജോണർ തന്നെ. സോ അങ്ങനെ നോക്കുമ്പോൾ അതെനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. ബട്ട് ഇപ്പം തിയേറ്ററിൽ പോയി കണ്ടേ പറ്റൂ അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെയില്ല. OTT കാണാൻ വേണ്ടിയിട്ടേ ഉള്ളൂ, ഭയങ്കര ഔട്ട് ഓഫ് ദ വേൾഡ് എന്നൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന ഇത്രയും അതിനെ വിമർശിച്ച് അതിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടുള്ള ലെവലൊന്നും എനിക്ക് തോന്നിയില്ല. അതേപോലെ ഇതിലെ പാട്ടാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും അതിൽ ഒന്ന് രണ്ട് പാട്ട് കൊള്ളാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ആവശ്യത്തിന് ഈ സിനിമ ചോദിക്കുന്ന കാര്യം അതിൽ ഉള്ളതുപോലെയാണ് തോന്നിയത്. അതേപോലെ തന്നെ ഫഹദ് ഫാസിലിന്റെ ആണെങ്കിലും കല്യാണി പ്രിയദർശന്റെ ആണെങ്കിലും ലാലിന്റെ ആണെങ്കിലും സുരേഷ് കൃഷ്ണയുടെ ആണെങ്കിലും എല്ലാവരുടെ പെർഫോമൻസ് ഡീസന്റ് ആയിരുന്നു, കണ്ടിരിക്കാൻ ഓക്കെ ആയിരുന്നു. ഈ സിനിമ ചോദിക്കുന്നത് എന്തോ അത് അവർ കൊടുത്തിട്ടുണ്ട്. സോ എന്റെ സൈഡിൽ നിന്ന് ഇത് ഒരു വൺ ടൈം വാച്ച് ആയിട്ട് തന്നെ ഞാൻ പറയും.